ഇതാ. അസ്സലാമു അലൈക്കും. സൂറത്തു സുഖ്റൂഫിലെ 81, 82, 83 മൂന്ന് വചനങ്ങൾ നോക്കാം. പേജ് നമ്പർ 83 أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان للرحمن ولد فأنا أول العابدين. سبحان رب السماوات والأرض رب العرش عما يصفون. فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل إن كان للرحمن قل إن كان للرحمن ولد فأنا أول العابدين. سبحان رب السماوات والأرض سبحان رب السماوات والأرض رب العرش عما يصفون. فذرهم يخوضوا ويلعبوا فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون. തജ്വീദ് എന്ന് പറഞ്ഞോളി. എന്തൊക്കെയാണുള്ളത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ കുറേ. വലതുൻ അവിടെ എന്ത് ചെയ്യണം? ആ തൻവീനിനെ യഖ്ഫാ ചെയ്യണം. പിന്നെ ഫഅന അവ്വലുൽ ആബിദീൻ അവിടെ അലിഫിന് എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. കാരണം വസലിൻ്റെ അംസയാണ് കൂട്ടി ഓതുമ്പോൾ. പിന്നെ ആബിദീൻ 4 മുതൽ 6 ഖദർ വരെ നീട്ടാവുന്നതാണ്. സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർള്. അസ്സമാവാത്തിൽ ലാമിന് ഉച്ചാരണമല്ല, അൽ അർളിൽ ലാമിന് ഉച്ചാരണമുണ്ട്. കാരണം എന്താ? ശംസിയ ഖമരിയ. ഓക്കെ. റബ്ബിൽ അർഷ് അവിടെ അതന്നെ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസലിൻ്റെ അംസയാണ്. അമ്മ എന്താ ചെയ്യേണ്ടത്? ഉന്നത്ത് ചെയ്യണം. പിന്നെ യസിഫൂൻ 4 മുതൽ 6 ഖദർ വരെ നീട്ടി ഉച്ചരിക്കുക, നിർത്തുകയാണെങ്കിൽ, വഖഫ് ചെയ്യുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ വേണ്ട. ഫദർഹും യഹൂലു വയൽ അബു അവിടെ ശ്രദ്ധിക്കാനുള്ളത് യഹൂലു കഴിഞ്ഞിട്ട് എന്തുണ്ട്? വാവിൻ്റെ ശേഷം ഒരു അലിഫുണ്ട്. ആ അലിഫിൻ്റെ പ്രത്യേകത എന്താ? ഇങ്ങനെ ഉണ്ടല്ലേ? ആ യഹൂലുൻ്റെ അല്ലേ യൽ അബു എന്നുള്ളിടത്തും ഉണ്ടാവും. അത് എന്താ അങ്ങനെ ഇടാൻ കാരണം? എന്താ? നിങ്ങൾ യഹൂലു എന്ന് ഓതുണ്ടോ? ഇല്ല.
യഹൂലു എന്നല്ലേ ഓതുന്നുള്ളൂ. പക്ഷേ ഖുറാനിൽ എന്തുണ്ട്? യഹൂലു എന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഇടാൻ കാരണം? അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾക്ക് മുമ്പിൽ മുദവ്വറായ വട്ടത്തിലുള്ള സുക്കൂൻ, റൗണ്ട് അബൌട്ട് രൂപത്തിലുള്ള സുക്കൂൻ വന്നാൽ എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല എന്ന് കാണിക്കാനാണ് ആ സിഗ്നൽ ഇടുന്നത്. പിന്നെ എന്തിനാ വരുന്നത്? അതില്ലെങ്കിൽ പിന്നെ പദം ബഹുവചനമാണ് എന്ന് കാണിക്കൂല. അത് വന്നാലേ ബഹുവചനമാണ് എന്ന് കാണിക്കുള്ളൂ. അതിനാണ് വരുന്നത്. പിന്നെ ഹത്താ യുലാഖു അവിടെ ഉണ്ടാവും. അത് യൗമഹുമുല്ലദി, അല്ലദി എന്നുള്ളിടത്ത് അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസിലിൻ്റെ അംസയാണ്. യുഅദൂൻ നേരത്തെ പറഞ്ഞ പോലെ 4 മുതൽ 6 ഖദർ വരെ നീട്ടി നിർത്താവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും തജ്വീദിലെ ഡൗട്ടുണ്ടോ? എന്തെങ്കിലും സംശയം? ഇതൊക്കെ നമ്മൾ കുറേ പഠിച്ചുകൊണ്ടാണ് പെട്ടെന്ന് പോകണം കേട്ടോ. ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നാ പറഞ്ഞോളി. കുൽ അർത്ഥം പ്രവാചകരെ പറയുക. ഇൻ കാന ലിർ റഹ്മാനി, എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ, ഇൻ കാന ഉണ്ടായിരുന്നെങ്കിൽ, ആയിരുന്നെങ്കിൽ, ലിർ റഹ്മാനി പരമകാരുണ്യകനായ അള്ളാഹുവിനുണ്ടായിരുന്നെങ്കിൽ, വലതുൻ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ, അപ്പോ അന അവ്വലുൽ ആബിദീൻ, അന അവ്വലുൽ ആബിദീൻ, അള്ളാഹുവിനെ ആരാധിക്കുന്നവരിൽ ഞാനാവും ഒന്നാമത്തേവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കായിലെ മുശ്രിക്കുകൾക്ക് ഒരു വാദമുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ എന്താ നിർത്തിയ ആയത്ത്? വറസുലുന ലദൈഹിം യക്തുബു എന്ന് പറഞ്ഞില്ലേ? ആ ദൂതന്മാർ അവരുടെ അടുക്കൽ എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മലക്കുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആ മലക്കുകളുമായിട്ടാണ് ഇനി അടുത്ത ആയത്ത് ബന്ധം. ആ മലക്കുകളുടെ സ്വഭാവം എന്താ? മക്ക മുശ്രിക്കുകളുടെ വാദം മലക്കുകൾ അൽ മലായിക്കത്തു ബനാത്തുല്ലാഹ് എന്നാണ് മക്ക മുശ്രിക്കുകളുടെ വാദം. അതാണ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെ അള്ളാഹ്ക്ക് മക്കളുണ്ടെങ്കിൽ ആ മലക്കുകളെ ആരാധിക്കുന്നവരിൽ ഒന്നാമൻ ഞാനാകുമല്ലോ എന്ന് പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. സുബ്ഹാന, എത്ര പരിശുദ്ധൻ. ആര്? റബ്ബി സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവായ അള്ളാഹു എത്ര പരിശുദ്ധൻ. റബ്ബിൽ അർഷി, അർഷിന്റെ ഉടമയായ അള്ളാഹു. അമ്മാ യസിഫൂൻ, ഈ ആളുകൾ ജൽപ്പിച്ചുണ്ടാക്കുന്നതിൽ നിന്ന്, പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന്, വിവരിക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. ഫദർഹും, അതിനാൽ വിട്ടേക്കുക, ഹും അവരെ, ഈ മക്ക മുശ്രിക്കുകൾ എങ്ങനെ പറയുന്ന ആളുകളെ നബിയെ വിട്ടേക്കൂ. യഹൂലു അവർ വേണ്ടാത്തതിൽ മുഴുകിക്കൊള്ളട്ടെ, അങ്ങനെ ജീവിക്കട്ടെ. വയൽ അബു അവർ കളി തമാശയിൽ മുഴുകിക്കൊള്ളട്ടെ. ഹത്താ യുലാഖു അവർ കണ്ടുമുട്ടുന്നത് വരെ. യൗമ ഹും അവരുടെ ദിനം. അല്ലദീ യുഅദൂൻ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനം അഥവാ അന്ത്യനാൾ. ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനം വരുന്നത് വരെ, അത് കണ്ടുമുട്ടുന്നത് വരെ അവരങ്ങോട്ട് വിട്ടേച്ചാള നബിയെ. അവർ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തതിൽ മുഴുകി കൊള്ളട്ടെ, അവർ വിനോദത്തിൽ മുഴുകിക്കൊള്ളട്ടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരിച്ചു വരാം. കുൽ എന്താ നമ്മളർത്ഥം പറഞ്ഞതിന്? ഇനി ഒരല്പം ഭാഷ പഠിക്കാൻ പോവാണ്. ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ നിങ്ങളിപ്പോൾ എന്തേ പറഞ്ഞീനെ? ഇൻ ആണെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ ഇപ്പം നമ്മൾ പഠിച്ച അർത്ഥം. ഒരർത്ഥം അതന്നെ. രണ്ടാമത്തത് മറ്റൊരർത്ഥം ഇല്ല എന്നുള്ള അർത്ഥം. മറ്റൊരർത്ഥോ മൂന്നാമതൊരർത്ഥത്തുണ്ട്. ഇന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും എന്നൊരർത്ഥമുണ്ട്. ഇന്നാ നിങ്ങൾ കേട്ടില്ലേ? അതിൻ്റെ ഹഫീഫായ രൂപം ഇൻ, തീർച്ചയായും എന്നർത്ഥമുണ്ട്. അപ്പം എന്തൊക്കെ? ഒന്ന് ആണെങ്കിൽ, രണ്ട്
ഇല്ല. 3 തീർച്ചയായും. മറ്റൊരർത്ഥം ലൗ. ലൗ അതും ഏകദേശം മലയാളത്തിലാണെങ്കിൽ തന്നെ ഇനി ഓരോന്നും വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 4 അർത്ഥവും എന്തിനുണ്ട്? ഇൻ എന്ന പദത്തിന് ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ നേരത്തെ ഇപ്പം നമ്മൾ നേരത്തെ ആദ്യ അർത്ഥം പറഞ്ഞു അല്ലേ? ഇൻ കാനൽ റഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹുവിന് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഇൻ. ഇനി ഇൻ കാനൽ റഹ്മാനി വലുത്, പരമകാരുണ്യകനായ അള്ളാഹുവിന് കുട്ടികളെ ഇല്ല. ഫഅന അവ്വലു മൻ അഅ്ബുദു, അപ്പം ഞാനെന്താവും? ഫഅന അവ്വലുൽ ആബിദീൻ, ഞാൻ ആയിരിക്കും എന്ത്? ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാവൻ. അതിന് കുട്ടികളില്ലല്ലോ, കുട്ടികളുണ്ടാവണ്ടേ. അപ്പം ഇന്ന് പറഞ്ഞാൽ ഇല്ല. ഇന്ന് പറഞ്ഞാൽ ഇല്ല, രണ്ടാമത്തെ അർത്ഥം. ഇനി വാദത്തിന് വേണ്ടി അനുവദിച്ചു കൊടുത്താലും, ഇപ്പം നമ്മൾ പറയില്ലേ, ഓനൊന്ന് പോണ ആ സ്വർഗത്തേക്ക് ഞാൻ ഇല്ല കേട്ടോ, ഞങ്ങട്ട് ചൂണ്ടാതെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ടെൻഷൻ വേണ്ട വെച്ചിട്ടാ അല്ലേ? അവിടെ ഒരാൾ സപ്പോസ് അല്ലേ, ഓൻ പോണ സ്വർഗത്തേക്ക് ഞാനില്ല, നമ്മൾ ചിലപ്പോൾ പറയും. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അർത്ഥം? ഓൻ പോണ സ്വർഗത്തേക്ക് ഞാനില്ല പറഞ്ഞാൽ എന്താ? സ്വർഗം നമുക്ക് വേണ്ടേ? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണം? എന്താ? ഓനൊരിക്കലും സ്വർഗത്ത് പോലെങ്ങായി, അതല്ല അതിനോട് ഉദ്ദേശിക്കണേ. ഓൻ സ്വർഗത്ത് പോലാന്ന് ഓനോട് പറയൂല. മറിച്ചെന്താ പറഞ്ഞേ? ഓൻ പോണ സ്വർഗത്തേക്ക് തൽക്കാലം ഞാനില്ല കേട്ടോ എന്ന് പറയാറുണ്ട് നമ്മൾ. അവിടെയാണ് ലൗവിൻ്റെ പ്രയോഗം അല്ലേ? ലൗയുടെ പ്രയോഗം. അതേപോലെ അർത്ഥം പറഞ്ഞവരുണ്ട്. ഇനി വാദത്തിന് വേണ്ടി പരമകാരുണികനായ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞാലും ആരാധിക്കണ പ്രശ്നമേ ഇല്ല. എന്ന് പറഞ്ഞാൽ മക്കളില്ല എന്ന് തന്നെ അതിൻ്റെ എന്ത് ഓപ്പോസിറ്റ് അർത്ഥം മനസ്സിലായില്ലേ? മക്കളില്ല എന്ന് ഇങ്ങനെ മൂക്കുടിക്കണതിനാരം പട്ടരെങ്ങനെ മൂക്കുടിക്കുക? ഇങ്ങനെ ഒന്ന് മൂക്കുടിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പട്ടരാരനാരാ? കണ്ടിട്ടില്ല. ഓലിങ്ങനെ മൂക്കുടിക്കൂല, കാരണം കൈ വൃത്തികേടാൻ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന അതൊക്കെ തമാശയാണ് കേട്ടോ, നിങ്ങൾക്ക് ഉറക്കം പോണേന്. അപ്പോൾ അതിൻ്റെ കുട്ടൻ സെൻസിലായി നിങ്ങൾക്ക്. അങ്ങനെ വാദത്തിന് വേണ്ടി അനുവദിച്ചാലും എന്തില്ല, ആരാധിക്കണ ഞാൻ പിന്നെ അള്ളാഹുവിൻ്റെ മക്കളെ ആ വാദത്തിന് വേണ്ടി അനുവദിച്ചാലും അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ ആരാധിക്കണ പ്രശ്നമേ ഇല്ല. അതാണ് ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ വാദത്തിന് വേണ്ടി പറഞ്ഞാലും ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ. ഏകദേശം ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങളുണ്ട്. ശരിക്കും ഉദ്ദേശാർത്ഥം എന്താ? അള്ളാഹുവിന് മക്കളില്ലേ ഇല്ല എന്ന് പറയാനാണ് ആ അവിടെ കൊണ്ടുവന്നത്. അള്ളാഹ്ക്ക് മക്കളെ ഇല്ലേ ഇല്ല, ഉണ്ടെങ്കിലല്ലേ ആരാധിക്കേണ്ട വിഷയം വരുന്നുള്ളൂ. എന്നാൽ ഇതാരുടെ ജൽപ്പനമാണ്? മക്ക മുശ്രിക്കുകളുടെ ജൽപ്പനമാണ്. ഇനി അള്ളാഹ്ക്ക് മക്കളുണ്ടായിക്കൂടെ എന്ന് ഏതെങ്കിലും ഒരു ബുദ്ധിജീവികളോട് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? അള്ളാഹ്ക്ക് ഇപ്പം എന്താ മക്കൾ ഉണ്ടായില്ല, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, പിന്നെന്താ? ലം യലിദ്, പിന്നെ വലം യൂലദ്, പിന്നെ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താ ഖുൽ ഹുവല്ലാഹു അഹദ്? എത്ര കാലമായി ഞാൻ പഠിച്ചോനെ എന്നും ഇമാമുക്കും എനിക്ക് അത് തന്നെ ഓതുള്ളൂ. എന്താ ഖുൽ ഹുവല്ലാഹു അഹദ്? എന്താ നിങ്ങളും അങ്ങനെയല്ലേ വേഗം സ്കരിക്കാൻ വേണ്ടി ഖുൽ ഹുവല്ലാഹു അല്ലേ ഓതാറില്? എന്താ ഖുൽ ഹുവല്ലാഹു അഹദ്? അഹദ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകൻ. ഓക്കെ, അഹദ് എന്ന് പറഞ്ഞാൽ ഏകൻ, ഒരുവൻ അല്ലേ? നിങ്ങൾ നല്ല ശ്രദ്ധിക്കണേ. അഹദ് എന്ന് പറഞ്ഞാൽ ഒരുവൻ ആണല്ലോ, ഏകൻ എന്നാണല്ലോ അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, ഞാനും ഒന്നല്ലേ? അല്ലേ? നിങ്ങളെ ഒന്നല്ലേ? ഇതൊന്നല്ലേ? ഈ പേന
ദീനാർ ഒന്നല്ലേ? പിന്നെന്തിനാ ഞങ്ങൾ ഒരു ദീനാർ എന്ന് പറയുന്നത്? അയാളിൻ്റെ ക്ലാസ് കേട്ടണം, അതുകൊണ്ട് അത്ര ധൈര്യത്തിൽ പറയുന്നത്. എന്താ അതിൻ്റെ സൂത്രം? അഹദ് എന്ന് പറയുന്നത് ഇതിപ്പം മേശയാണ്. നിങ്ങൾ സങ്കല്പിക്കാം, ഇത് മേശ ഒന്നല്ലേ, ഇതിപ്പോൾ ഒരു മേശയാണ്, അപ്പം നമ്മൾ അംഗീകരിക്കും. പക്ഷേ ഇതിന് അഹദ് എന്ന് പറയില്ല എന്നാ. എന്താ കാരണം വെച്ചാൽ ഇതൊന്നല്ല. ഇതിലെന്തുണ്ട്? സ്ക്രൂ ഉണ്ട്, ഇരുമ്പുണ്ട്, മരമുണ്ട്, മറ്റ് ഫർണിച്ചറിൻ്റെ ഭാഗങ്ങളുണ്ട്, ഒരുപാട് സ്ക്രൂ ഐറ്റംസ് ഒക്കെ അതിലുണ്ട് അല്ലേ? ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസൊക്കെ പാടെ കൂടിയ ഒന്നാണിത്. ഏത്? ഈ മേശ എന്ന് പറയുന്നത്, ഈ കസാര എന്ന് പറയുന്നത്, ഈ പേന എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒന്നിനെന്ത് പറയൂല? അഹദ് എന്ന് പറയൂല അല്ലേ? അഹദ് എന്ന് പറയൂല. മനസ്സിലാവുണ്ട് നിങ്ങൾക്കത്? പലതിനാൽ കൂടിച്ചേർന്ന ഒന്ന്. ലോകത്തുള്ള ഒന്നുകൾ മുഴുവൻ അതാണ്, പലതിനാൽ കൂടിച്ചേർന്നതാണ്. നിങ്ങളെ പോക്കറ്റിൽ ഒരു ദീനാറുണ്ടാവും, ഇയാളെ പോക്കറ്റിലും ദീനാറുണ്ടാവും, ഇയാളെ പോക്കറ്റിലും ദീനാറുണ്ടാവും, ഇയാളെ പോക്കറ്റിലും ദീനാറുണ്ടാവും. ഒന്നും ഒക്കെ തന്നെ. പക്ഷേ അതൊരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വർഗത്തിന് പറയുന്ന ഒന്നാണത്. ആ വർഗത്തിൽ എന്തുണ്ട്? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുവൈത്തിൽ എത്ര ദീനാറുണ്ട്? ദീനാറിൻ്റെ നോട്ടന് എത്ര ഉണ്ട് അല്ലേ? ഒന്നുള്ളൂ അല്ല. അപ്പം പലതിനും പറയപ്പെടുന്ന ജിൻസിൻ്റെ വർഗത്തിൻ്റെ നാമമാണ് ഒരു ദീനാർ, ഒരു പേന, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വർഗത്തിൻ്റെ പേരാ. ഒന്നാണോ? അതേപോലുള്ള ഒന്നുകൾ കുറേ ഉണ്ട്. അതിനും എന്ത് പറയൂല? അഹദ് എന്ന് പറയൂല. അങ്ങനെ വാദിച്ചാൽ എന്താവുക? ശിർക്കാവും. മനസ്സിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കുട്ടൻസ് ഉണ്ടോ? ഞാനിങ്ങനെ വിശ്വസിക്കുക അള്ളാഹു ഏകൻ തന്നെ അല്ലേ? ഞങ്ങൾ ഈ അമ്പലത്തിൽ ആരാധിക്കുന്ന ആ ദൈവം ഒന്നാണ്, ഇവിടെ ആരാധിക്കുന്ന ആ ദൈവവും ഒന്നാണ്, ആ ചർച്ചിൽ ആരാധിക്കുന്ന അതും ഒന്നാണ്, പിന്നെ അകലെ കാസർഗോഡ് ആരാധിക്കും ഒന്ന് തന്നെ. പക്ഷേ ഇതൊക്കെ വ്യത്യസ്തമാണ് താനും. അങ്ങനെയുള്ളതിനും എന്ത് പറയൂല? അഹദ്. അങ്ങളാ പറയുന്ന ഒന്നാണെങ്കിലും ആ ഒന്ന് എന്താണ്? പലതിനാൽ കൂടിച്ചേർന്നതാണ് അല്ലേ? അല്ലെങ്കിൽ ഇന്ന ദൈവത്തിൻ്റെ മകനാണ്, അല്ലെങ്കിൽ ഇപ്പം ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ആശയം എന്താ? ഓല് പിന്നെ ഏകദൈവം തന്നെ ഓലും പറയാ, ഏകദൈവ വിശ്വാസം എന്ന് തന്നെയാണ് പറയാ. പക്ഷെ എന്താണത്? ഏകത്വം, മൂന്നിനാൽ കൂട്ടിഘടിപ്പിച്ചുണ്ടാക്കിയ ഒന്ന്. ഏതാണ് ഈ മൂന്നെണ്ണം? എന്താത്മാവ്? പരിശുദ്ധാത്മാവ്, പിന്നെ പിതാവ്, പുത്രൻ അല്ലേ? ഈസാ നബി, പിന്നെ ആരാണ്? മറിയം ബീബി. ഇതൊക്കെ പാടെ കൂടിച്ചേർന്ന ഒന്നാണ് ത്രിയേകത്വം എന്ന് പറയുന്നത്. അതിനെന്ത് പറയാൻ പറ്റൂല? അഹദ്. അതുകൊണ്ടാ ഖുൽ ഹുവല്ലാഹു ഇറങ്ങാൻ തന്നെ കാരണം. ഇവരെങ്ങനെ എന്തുണ്ടാക്കി? പലതിനാൽ കൂടിച്ചേർന്ന ഒന്നാക്കി ദൈവത്തെ. അതുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ ഈ കൂട്ടരോട് പറയാ അള്ളാഹു അഹദാണ്. ശരിക്കും മലയാളത്തിൽ ഒന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ആ ആശയം മനസ്സിലാക്കാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ്. ഇനി അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് വാദത്തിന് വേണ്ടി അനുവദിച്ചാൽ തന്നെ അതിലുള്ള വങ്കത്ത് എന്താ അതിലുള്ള വങ്കത്വം? ഒരാൾ പറഞ്ഞ് അംഗീകരിച്ച് അല്ലേ, തൽക്കാലമാണ് അനുവദിച്ചു കൊടുത്തു. എന്തായാലുള്ള വങ്കത്വം? മക്കളുണ്ടാവുക, കുട്ടികളുണ്ടാവുക എന്നുള്ളത് എൻ്റെ ദുർബലതയാണ്. എനിക്ക് കുട്ടികളുണ്ടാവുക എന്നുള്ളത് എൻ്റെ ദൗർബല്യമാണ്. എൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഏതാ? എൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? എൻ്റെ ഒരു ജുസ് ആണെന്ത്? ആ വാൽമാക്രി, ആ ശുക്ലത്തിലുള്ള പിന്നെ എന്തായാലും പറയാ സിംസോ എന്താന്ന് പറയല്? ആ സാധനമല്ലേ, ആ തവളമുട്ടൽ പോലുള്ള സാധനമല്ലേ? അത് ഇയാൾക്കറിയാലോ. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത് എൻ്റെ ഭാഗമാണ്.
എൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എൻ്റെ ഭാഗമായ അതിനെന്താ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എൻ്റെ ദൗർബല്യമാണത്, എൻ്റെ ദൗർബല്യമാണ്. എന്തിനാ ഇനിയിപ്പോൾ ഭൗതികമായിട്ട് എന്തിനാ അപ്പം നമ്മൾ കുട്ടികൾ ഉണ്ടാക്കണ? എന്തിനാ? എനിക്ക് കുറേ വയസ്സാവും, അപ്പം ഞാനിങ്ങനെ വടിയും കുത്തി അടക്കുമ്പോൾ എന്നെ താങ്ങണം അല്ലേ? അന്ന് എനിക്ക് അധ്വാനിക്കാൻ പറ്റൂല, അന്ന് എന്നെ കൈത്താങ്ങായി മക്കൾ വരണം. അപ്പം എന്താ, എനിക്കൊരു ദുർബലത വരാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ദൗർബല്യം ആഗ്രഹിച്ചു കൊണ്ടാണ് ഞാൻ കുട്ടികളെ, അധിക ആളുകളും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? അല്ല അപ്പം എന്താ അതിനോട് കാര്യം? അതുമല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തെത്തിയാൽ, ഇന്ന ഡേറ്റ് എത്തിയാൽ ഞാൻ മരിക്കും അല്ലേ? ഒരു പ്രത്യേക അപ്പോയിൻമെൻ്റ് ഉണ്ട് എനിക്ക്, അവിടെ എത്തിയാൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ ദുനിയാവിനോട് വിട പറയും. അപ്പം ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവ് വേണം. അതാണ് ആര്? എൻ്റെ മക്കൾ. അതും ഞാൻ മരിക്കും എന്ന എൻ്റെ ദൗർബല്യം അല്ലേ? എനിക്ക് ബലഹീനത വരും എന്ന എൻ്റെ ദൗർബല്യം. ആ ദൗർബല്യം എന്താണ് അള്ളാഹ്ക്ക് കൽപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പം അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്ന ആ വിശ്വാസം എന്താണ്? യഥാർത്ഥത്തിൽ അത് അള്ളാഹ് ദുർബലനാണ് എന്ന് നമ്മൾ പറയാണ്. പറയാതെ പറയാന്നറിയില്ലേ അല്ലേ? അള്ളാഹ് ദുർബലനാണ് എന്ന് നമ്മൾ പറയൂല. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്തുള്ളതല്ല എന്താണ്? മനുഷ്യരെ പോലെ ദുർബലനാണ് അള്ളാഹും എന്ന് വരും. എന്ത്? അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് ജൽപ്പിച്ചാൽ. അതുകൊണ്ടാണ് മുസ്ലിങ്ങളായ ആളുകളോട് ഈ വിശ്വാസം, കുൽ ഹുവല്ലാഹു അഹദ്, പറയുക പ്രവാചകരെ, മനുഷ്യരെ പറയുക, ഹുവ കാര്യം, അള്ളാഹു അഹദ്, അള്ളാഹു ഏകൻ തന്നെയാണ് അല്ലേ? എന്തിനാ കാര്യം എന്നറിയണത്? ആ കാര്യം പറയാൻ പോണ കാര്യമൊന്ന് ഗൗരവത്തിലെടുക്കണം. അങ്ങനെ ഒരു ഗൗരവമുള്ള കാര്യം പറയുമ്പോഴാണ് ഹുവ ലമീർ ഷഅൻ എന്നാണ് പറയാറുള്ളത്. ആ ലമീർ കൊണ്ടുവരുന്ന അതിനാ. അപ്പം കുൽ ഹുവ കാര്യം, അള്ളാഹു അഹദ്, അള്ളാഹു ഏകൻ തന്നെയാണ് എന്ന ആ വിശ്വാസം രൂഢമൂലമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് വരിക? വിശ്വാസമാവുള്ളൂ. അതിലെന്തെങ്കിലും കളങ്കം വന്നാൽ എന്തു ചെയ്യും? മക്കളുണ്ട്, അല്ലെങ്കിൽ ഭാഗമുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആടെ അനുവദിച്ചു കൊടുക്കുക, എന്നാൽ കുറേ അനുയായികൾ കിട്ടുമല്ലോ അല്ലേ, കുറേ വോട്ടും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് തൽക്കാലാണ് അനുവദിച്ചു കൊടുത്താലോ, അത് ഏറ്റവും വലിയ ദൗർബല്യമാണ്, അള്ളാഹുവിൻ്റെ പേരിൽ ഉണ്ടാക്കി പറയലാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടുള്ളതല്ല. ഇനി നമ്മൾ ആയത്തിലേക്ക് വരും. കുൽ, എവിടെയത്? ഇൻ കാന ലിർറഹ്മാനി വലതുൻ, പരമകാരുണ്യകനായ അള്ളാഹുവിന് കുട്ടികളുണ്ട് എന്ന് അനുവദിച്ചു കൊടുത്താൽ, അങ്ങനെ പറഞ്ഞാൽ, ജൽപ്പിച്ചാൽ, ഫഅന അവ്വലുൽ ആബിദീൻ, അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല, അതാണ് ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഅന അവ്വലുൽ ആബിദീൻ, ഞാൻ, ഒരർത്ഥതാണ് ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമൻ ഞാൻ തന്നെയാണ് അല്ലേ? ഇനി അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് ജൽപ്പിച്ചാൽ, അങ്ങനെ മക്കളില്ല, ഉണ്ടെങ്കിൽ എന്താവും? അവരാരാധിക്കുന്നവരും ഞാനാകുമല്ലോ എന്ന്. ഞാൻ ഇന്നേവരെ അങ്ങനെ ഒരാളെയും ആരാധിച്ചിട്ടില്ല, അങ്ങനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് എനിക്ക് കൽപ്പനയും ഉണ്ടായിട്ടില്ല. അപ്പോൾ രണ്ടർത്ഥം പറഞ്ഞാലും പോണത് എടുക്കുക ഒരൊറ്റ ആശയത്തിലേക്ക്. ഇനി പറയാ സുബ്ഹാന. എന്താ സുബ്ഹാന? എത്ര പരിശുദ്ധൻ. എന്താ ഈ സുബ്ഹാന എന്ന് പറയുന്നത്? പരിശുദ്ധം എന്ന് പറയുന്നത് എന്താ? ആ പാക്കൊണ്ട് ഉദ്ദേശിക്കണം എന്താ? ഒന്ന്, സുബ്ഹാന എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യവും അള്ളാഹുവിൻ്റെ മേൽ ചമച്ചുണ്ടാക്കാതിരിക്കുക എന്നതാണ് സുബ്ഹാന. അതിനൊക്കെ അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹ്ക്ക് യോജിക്കാത്ത ഒന്നും അള്ളാഹുവിൻ്റെ മേലിൽ പറയാൻ പാടില്ല. അതിനൊക്കെ അള്ളാഹു പരിശുദ്ധനാണ് എന്ന ഇതാണ് സുബ്ഹാന. രണ്ട്, മറ്റൊരു ഇതുകൂടി ഉണ്ടതിൽ, അള്ളാഹ്ക്ക് അള്ളാഹുവിൻ്റെ പരിപൂർണതയ്ക്ക് എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ അള്ളാഹുക്ക് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോഴാണ് സുബ്ഹാന എന്ന പദം പിന്നെ എന്താണത്? പൂർത്തിയാണ്. നമ്മളൊക്കെ എന്നും ദിക്ർ ചെയ്യില്ലേ? പ്രധാനപ്പെട്ട ദിക്റുകൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയാറുള്ളത്? സുബ്ഹാനല്ലാഹ്, പിന്നെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ?
അതിൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന ഈ സുബ്ഹാനല്ലാ തന്നെയാണ് അല്ലേ? എന്താ ഈ സുബ്ഹാനല്ലാ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദിക്ർ എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിന് അത് ഉച്ഛ്വാസം പോലെയാണെന്നാ നമ്മൾ ശ്വസിക്കണില്ലേ, ആ ഉച്ഛ്വാസം പോലെയാണെന്നാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ ദിക്ർ കൊണ്ട്, സുബ്ഹാനല്ലാ പോലുള്ള ദിക്ർ കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയം ജീവിക്കുന്നു. എന്നാൽ ഭക്ഷണവും വായുവും കൊണ്ട് മനുഷ്യൻ്റെ ശരീരം ജീവിക്കുന്നു അല്ലേ? ഇവിടെ സ്വർഗവാസികളായ ആളുകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത്, അവർക്ക് ഈ ദിക്ർ, തസ്ബീഹ്, സുബ്ഹാനല്ലാ എന്ന ദിക്റും അൽഹംദുലില്ലാ പോലുള്ള ദിക്റുകൾ അതിങ്ങനെ തോന്നിപ്പിക്കുന്ന, അതിങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചിന്തിക്കാതെ ഇങ്ങനെ പറയും എന്നാണ്. ആര്? സ്വർഗവാസികളായ ആളുകൾ. എന്താണ് ഇതിന് തെളിവെന്താ? ഇന്ന അഹ്ലൽ ജന്ന യുൽഹമൂന തസ്ബീഹ വ തഹ്മീദ, പിന്നെന്താണ്? കമാ തുൽഹമൂന നഫസ് എന്ന, മനുഷ്യൻ്റെ ശ്വാസം മനുഷ്യൻ ചെയ്യുന്നത് പോലെ ആ സ്വർഗലോകത്ത് വെച്ച് അവർ തസ്ബീഹും സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ പോലുള്ള തസ്ബീഹ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ഭക്ഷണം എന്താ? നാളെപ്പം എന്താ ഉണ്ടാക്കുക? നാളെ ചോറ്റിനെന്താ കറി? ആടോ കോയോ മീനോ? ഇന്ന് ചിന്തിച്ചില്ല നിങ്ങൾ? ഇല്ലേ? ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? നാളെ പാരമസ് ഉണ്ടാക്കണ്ടേ? എന്താ വാങ്ങണ്ടേ? ഇല്ലേ? നാളെ നോമ്പ് നോക്കണോ നോമ്പ് നോക്കണ്ടേ? ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? നാളെ ഇപ്പം ജോലിക്ക് എങ്ങനെ പോകണം? ബസ്സിൽ പോകണോ, കാറിൽ പോകണോ, നടന്നു പോകണോ? ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ സദാസമയം ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എല്ലാ മനുഷ്യരും. എന്നാൽ നിങ്ങളും ശ്വസിക്കുന്ന ഈ വായു ഉണ്ടല്ലോ അല്ലേ, ഈ നഫസ് എന്ന് പറയുന്ന ആ ശ്വാസോച്ഛ്വാസത്തെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബസ് കയറിയപ്പോഴോ, ഉറങ്ങിയപ്പോഴോ, നടന്നു പോയപ്പോഴോ, പെരും ഓട്ടം ഓടിയപ്പോഴോ, ഫുട്ബോൾ കളിച്ചപ്പോഴോ, ഡാൻസ് ചെയ്തപ്പോഴോ, പാട്ട് പാടിയപ്പോഴോ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഓർത്തിട്ടുണ്ടോ ഈ ശ്വസിക്കണതിനെ പറ്റി, ആ ശ്വാസത്തെ പറ്റി? എന്നാൽ പാട്ട് പാടുന്നതിൻ്റെ ഇടയിലും ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിലും അതേപോലെ തന്നെയുള്ള ഓടുന്നതിൻ്റെ ഇടയിലും നടക്കുന്നതിൻ്റെ ഇടയിലും കളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നാളത്തെ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നാൽ അതിനേക്കാൾ വിലയുള്ള ഈ ശ്വാസത്തെപ്പറ്റി മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത് സത്യമല്ലേ? അല്ലേ? ആണോ? അല്ലേ? ആണ്. എങ്കിൽ ഈ ശ്വാസത്തിന് നിങ്ങൾ എത്ര വില കൽപ്പിക്കുന്നുവോ അതേ പ്രകാരം വില കൽപ്പിക്കേണ്ട ഒരു സംഗതിയാണത് സുബ്ഹാനല്ലാ എന്ന് പറയുന്ന ദിക്ർ. അത് ആ സുബ്ഹാനല്ലാ ഒരു മനുഷ്യനിൽ നിന്ന് എപ്പോൾ നഷ്ടപ്പെടുന്നുവോ ഈ ശ്വാസം നിലച്ചതുപോലെയാവും എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളിങ്ങനെ സുബ്ഹാനല്ലാ 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 നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ പറയുന്ന ആ സ്പീഡ് കൊണ്ട് എന്താ പറയണതെന്ന് അറിയില്ല അല്ലേ? ആ രൂപത്തിൽ നമ്മളിങ്ങനെ പറയും. പക്ഷേ പറഞ്ഞാൽ മാത്രം പോരാന്നാ. ആ പറയുമ്പോൾ അവൻ്റെ കൗലിനോടൊപ്പം അവൻ്റെ മനസാന്നിധ്യം അവിടെ ഉണ്ടാവണം. എന്താ മനസാന്നിധ്യം ഉണ്ടാവേണ്ടത്? അള്ളാഹു പരിശുദ്ധൻ തന്നെയാണ്. എന്തിനെന്ന്? ഇവര് പോലുള്ള ആളുകൾ, ലോകത്തുള്ള മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിൻ്റെ പേരിൽ ജൽപ്പിക്കുന്ന ഒരുപാട് ജൽപ്പനങ്ങളുണ്ട്. അള്ളാഹ്ക്ക് മക്കളുണ്ട്, പെൺമക്കളുണ്ട്, മലക്കുകൾ അതാണ് ഇതാണ്, ഈസാ നബി അതാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വാദങ്ങൾ അല്ലേ, ജൽപ്പനങ്ങൾ. അതൊന്നും അള്ളാഹുവിന് പറയാൻ പറ്റാത്തതാണ്. എൻ്റെ റബ്ബ് എല്ലാം അറിയുന്നവനാണ് എന്ന ആ വിശ്വാസം അതിലുണ്ട് എന്നുള്ള. അതുകൊണ്ടാണ് സുബ്ഹാന, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 90 സ്ഥലത്താണ് ഈ പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളതെന്ന. സുബ്ഹാന അത് ചിലപ്പം സുബ്ഹാനഹു എന്നുണ്ടാവും, സുബ്ഹാനല്ലാ എന്നുണ്ടാവും, സുബ്ഹാനക്കല്ലാഹുമ്മ എന്നുണ്ടാവും, സബ്ബിഹിസ്മ എന്നുണ്ടാവും, സബ്ബഹ എന്നുണ്ടാവും, യുസബ്ബിഹു എന്നുണ്ടാവും അല്ലേ? പിന്നെ സുബ്ഹാന, പിന്നെ സബ്യഹ് എന്ന പോലുള്ള പല പ്രയോഗത്തിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേറ്റവും
പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അല്ലാഹു തആലാന്റെ ഏകത്വം സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞെടുത്താണ് ഇത് പറയുന്നത് സുബ്ഹാനല്ലാഹ് പറയുന്നത്. ഇവിടെ ഇപ്പം ഏതാ വിഷയം? അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ പറ്റി പറയുന്നിടത്താണ് അള്ളാഹു തആല എന്ത് പറയുന്നത്? ആ സുബ്ഹാന കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള. അപ്പം സുബ്ഹാനൻ്റെ അർത്ഥം എന്തൊക്കെ ന്യൂനതകളുണ്ടോ പോരായ്മകളുണ്ടോ അതൊക്കെ അതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹ്ക്ക് അവകാശപ്പെട്ട ആ മഹത്വം വെച്ചു കൊടുക്കുക, ആ പരിപൂർണത അള്ളാഹ്ക്ക് വെച്ചു കൊടുക്കുക, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന അർത്ഥമാണ് ഏതുള്ളത്? സുബ്ഹാന എന്ന വാക്കിനുള്ളത്. അതുകൊണ്ടാണ് മഹാനായ സ്വഹാബി ഹുസൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി തഹജ്ജുദ് നമസ്കാരത്തെ പറ്റി ഇങ്ങനെ വിവരിക്കുമ്പോൾ അതിലുള്ള ഓത്ത് ആ സഹാബി ഇങ്ങനെ ബാക്കിന്ന് കേൾക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യേണ്ട ആയത്തിൻ്റെ അരികെ, അപ്പം ഉദാഹരണമായിട്ട് സുബ്ഹാനല്ലദീ യസ്റാ ബി അബ്ദിഹി എന്ന് പോലുള്ള ആ സുബ്ഹാനയുള്ള ആയത്തുകൾ ഇങ്ങനെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിർത്തിയിട്ട് എന്ത് പറയും? സുബ്ഹാനല്ലാഹ് എന്ന് പറയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അതേപോലെ ആരാധനകൾ നിങ്ങൾ നോക്കി, റുക്കൂലാവട്ടെ സുജൂദിലാവട്ടെ അവിടെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? സുബ്ഹാനല്ലാഹ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ 7 സൂറത്തിൻ്റെ തുടക്കം തന്നെ എന്താ? ഈ സുബ്ഹാനയുടെ പ്രയോഗമാണ് അല്ലേ? സുബ്ഹാനല്ലദീ യസ്റാ ബി അബ്ദി ഏതിലാണത്? ഇസ്രായേൽ 1-ാമത്തെ വചനം അല്ലേ? സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാത്ത് മറ്റിടത്ത് കാണാം യുസബ്ബിഹു ലില്ലാഹ്. ഇങ്ങനെ ആ സുബ്ഹാനയുടെ വ്യത്യസ്തങ്ങളായ അവാന്തര രൂപങ്ങളെ കൊണ്ട് തുടങ്ങുന്നതും സുബ്ഹാന കൊണ്ട് തുടങ്ങുന്നതുമായ 7 സൂറത്തുകൾ എവിടെ ഉണ്ട്? വിശുദ്ധ ഖുർആനിലുണ്ട്. അതിന് മുഫസ്സിറുകൾ ഒരു പേര് പറയുന്നുണ്ട്. എന്താ പേര് പറയാ? മുസബ്ബിഹാത്ത് എന്നാ. മുസബ്ബിഹാത്ത് അങ്ങനെ തുടങ്ങണേന് പറയാം മുസബ്ബിഹാത്ത്. എന്നാൽ സുബ്ഹാന കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അവാന്തര വിഭാഗങ്ങളെ കൊണ്ട് അവസാനിക്കുന്ന സൂറത്തും വിശുദ്ധ ഖുർആനിലുണ്ട്. എത്ര ഉണ്ട്? 4 ഉണ്ട്. 4 ഉണ്ട് അല്ലേ? പിന്നെ സുബ്ഹാനയുടെ അവാന്തര വിഭാഗങ്ങളൊക്കെ എന്ത് ഈ അവാന്തര വിഭാഗം എന്ന് പറയുന്നത്? പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഭാവി കാലം, ഭൂതകാലം, വർത്തമാനകാലം എന്നൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള കൽപ്പനക്രിയ എന്ന് തുടങ്ങി ക്രിയാധാതു തുടങ്ങണ എല്ലാ രൂപത്തിലും അതിൻ്റെ പ്രയോഗങ്ങളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ എന്താ മനസ്സിലാക്കി തരുന്നത്? ആ സുബ്ഹാന എന്ന ആ ദിക്റിൻ്റെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് മലക്കുകളാണല്ലോ ഇപ്പോൾ തൊട്ട് മുമ്പിൽ ആയത്ത് പറഞ്ഞത്. അള്ളാഹു ഈ മലക്കുകളെ പറ്റി വിവരിച്ചെടുത്ത് കാണാം. വലഹു മംഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് അള്ളാഹ്ക്കുള്ളതാണ്. എന്നിട്ട് പറയാം വമൻ ഇൻദഹു ലാ യസ്തക്ബിറുൻ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവർ ഒരിക്കലും കിബർ കാണിക്കുന്നവരല്ല, അഹങ്കാരം നടിക്കുന്നവരല്ല എന്നുള്ള. ആരാണത്? മലക്കുകൾ. ഇബാദത്തി, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും അഹങ്കാരം നടിക്കൂല എന്നാ. പിന്നെ അവരുടെ സ്വഭാവം പറയാം വലാ യസ്തഹ്സിറൂൻ, അവർക്കൊരിക്കലും ക്ഷീണം ബാധിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ അവരുടെ സ്വഭാവം പറയാം യുസബ്ബിഹൂന ലൈല വന്നഹാർ, രാപ്പകലുകൾ ഇങ്ങനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കും, അള്ളാനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ലാ യഫ്തുറൂൻ, ഒരു തളർച്ച ബാധിക്കൂല എന്നുള്ള. അവൻ്റെ റബ്ബെ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ ഒന്ന് നിസ്കരിക്കണം, അപ്പം വരും കൊട്ടാവി എനിക്കും നോക്കോ ഇല്ലേ? ആലോചിച്ച് നോക്ക്. ആ സുബിക്കൊക്കെ എണീക്കുമ്പോൾ ആരാ റൂമിൽ ഒരാൾ എണീക്കുണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ വിളിച്ചെടുത്തുമ്പോൾ ഒരു 100 മൂളക്കും, പിന്നെ ഒരു 20 കൊട്ടാവിയും, അവസാനവും പള്ളിക്ക് എത്തുമ്പോൾ തന്നെ ഇമാം സലാം വീട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ക്ഷീണം, ഒരു തളർച്ച യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഉണ്ടാവൂലെന്നാ. ആശയം മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആ മലക്കുകൾക്ക് എന്തുകൊണ്ടില്ല? മലക്കുകൾക്ക് എന്തുകൊണ്ടാണ്? ഒരു ടൈമില്ലാതെ അവരിങ്ങനെ പറയും. എന്നാൽ ക്ഷീണം ഉണ്ടാവില്ലേ? ആ ക്ഷീണം ഉണ്ടാവില്ല. കാരണം ആ പറയുന്ന വാക്കിൻ്റെ ഗൗരവവും അർത്ഥവും ആശയവും അതിൻ്റെ ഗഹനമായ ആശയവും അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർക്കൊരു ക്ഷീണവും തളർച്ചയും വരാത്തത്. നമുക്കും അതന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു മലക്കുകളെ പറ്റി നമുക്കിങ്ങനെ പറഞ്ഞതല്ലേ അല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ഷീണം വരുന്നത്, എന്തുകൊണ്ട് തളർച്ച വരുന്നത്? നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അവകാശമാക്കുന്ന സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് ഞാനും നിങ്ങളും ഉരുവിടുന്നത് അല്ലേ?
അപ്പം ഈ ആശയം പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരൊക്കെ നിയോഗിച്ചത്. എന്താ തെളിവ്? ഇന്നാ അർസൽനാക ഷാഹിദൻ വബശിറൻ വനദീറ, നബിയെ നാം നിന്നെ സാക്ഷിയായും സന്തോഷവാർത്ത അറിയിക്കുന്നവനായും താക്കീതുകാരനായും ആണ് അയച്ചിട്ടുള്ളത്. എന്നിട്ട് ആ നബിൻ്റെ എന്തിനാണ് അയച്ചതൊക്കെ? ലിതുഅ്മിനു ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും റസൂലും വിശ്വസിക്കണം. വത്തു അജിറു വത്തു അക്കിറു, അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കണം. അതേപോലെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് സ്വീകരിക്കണം. പിന്നെ അള്ളാഹുവിനെ ആദരിക്കണം. പിന്നെ പറയാം വത്തുസബ്ബിഹൂഹു ബുക്റത്തൻ വ അസീല, രാവിലെയും വൈകുന്നേരങ്ങൾ അള്ളാഹ്ക്ക് സ്തുതികീർത്തനം അഥവാ അവൻ്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പഠിപ്പിക്കാനാണ് ആരെ നിയോഗിച്ചിട്ടുള്ളത്? പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വെറുതെ അങ്ങ് എന്ത് ചെയ്താൽ പോരാ, അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പറയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാമ ഹസൻ ബസരി എന്ന് പറയുന്ന മഹാപണ്ഡിതനുണ്ട്. അയാൾ തസ്ബീഹിനെ പറ്റി പറയാണ്, ഇസ്മുൻ ഒരു നാമമാണ്, ലാ യസ്തതി ഉന്നാസ് ജനങ്ങൾക്ക് സാധിക്കൂല അൻ യൻതഹിലു ആ നാമം ശരിക്കും ആശ്ലേഷിക്കാൻ സുബ്ഹാന എന്നുള്ളത് ആശ്ലേഷിക്കാൻ മനുഷ്യർക്ക് സാധ്യമേ അല്ല എന്നുള്ളതാണ് അല്ലേ. അത് ഇൻ്റെതാണ്, ഞാനാണ് സുബ്ഹാന എന്ന് പറയാൻ എനിക്കൊരിക്കലും സാധിക്കൂല. കാരണം എന്ത് വരും? എൻ്റെ ന്യൂനത വരും അല്ലേ, പോരായ്മ വരും. അപ്പം ഞാൻ സുബ്ഹാന എന്ന് പറയാൻ പറ്റുമോ? അതൊരു മനുഷ്യന് സാധിക്കുന്നതല്ല, അള്ളാഹ്ക്ക് മാത്രം ഉള്ളതാണ് ഏത്? സുബ്ഹാന എന്നുള്ളത്. അതുകൊണ്ടാണ് മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ലമ്മാ നസലത്ത് ഫസബ്ബി ബിസ്മി റബ്ബിക്കൽ അദീം എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല റസൂൽ ഇജ്അലുഹാ ഫി റുകൂഇക്കും, നിങ്ങളുടെ റുകൂൽ എന്ത് പറയാ? സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറയാം. ഫലമ്മാ നസലത്ത് സബ്ബി ഇസ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്തിറങ്ങിയപ്പോൾ ഖാല നബി പറഞ്ഞു, ഇജ്അലുഹാ ഫി സുജൂദിക്കും, നിങ്ങൾ സുജൂദിൽ എന്ത് ചെയ്യുക? നിങ്ങളത് ആ തസ്ബീഹിനാക്കുക അഥവാ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നമസ്കാരത്തിലും സുജൂദിലും റുക്കോയിലും ഒക്കെ അപ്പം സുബ്ഹാന പറയേണ്ട മുത്തലക്കായ രംഗമുണ്ട്, മുഖയ്യതായ രംഗമുണ്ട്. ഇതാണ് ഫുഖഹാക്കൾ പറയുന്നത്. എന്താ ഈ മുത്തലക്കായ? എപ്പോഴും നമുക്ക് സുബ്ഹാനല്ലാഹ് പറയാം, അതിന് ടൈമൊന്നുമില്ല. എപ്പോഴും എന്ത് പറയാം? സുബ്ഹാനല്ലാഹ് പറയാം. എന്നാൽ മുഖയ്യതായ ചില ടൈമുകളുണ്ട്. ഉദാഹരണം, നമസ്കാര ശേഷം ഇത്ര പ്രാവശ്യം പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കി തന്നിട്ടുണ്ട് അല്ലേ, ശറഅാക്കി തന്നിട്ടുണ്ട്. അവിടെ നമ്മളത് പറയണം അല്ലേ. അതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ എത്ര പ്രാവശ്യം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ അത് നമ്മൾ പറയണം. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് പറയണമെന്നാ, 100 പ്രാവശ്യമൊക്കെ പറയണമെന്നാ അല്ലേ. അങ്ങനെ പറഞ്ഞാൽ അയാളുടെ പാപങ്ങൾ അല്ലാഹു തആല കഴുകിക്കളയും. ഇനി ഇതുകൊണ്ടുള്ളൊരു മെച്ചം, ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കണ മനുഷ്യന് എപ്പോഴും പ്രയാസങ്ങളും ദുഃഖവും വ്യതയും മുസീബത്തും ആപത്തും ആ ജോലി കാര്യങ്ങളിലായാലും ഒക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ ഉണ്ടാവും, ഞാൻ നന്നായി ജോലി ചെയ്യിക്കാൻ എൻ്റെ മേധാവിയായ എൻ്റെ മുദീറിനെ കൊണ്ടുപോയി നിശ്ചയിച്ചത് ഏതെങ്കിലും കപട വിശ്വാസിയായിരിക്കും അല്ലേ, അന്ധവിശ്വാസിയായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഒരു കപടവിശ്വാസി എൻ്റെ മേധാവിയായി വരുമ്പോൾ അതിൻ്റെ കീഴിലുള്ള തൊഴിലാളികളുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. എന്നും തലവേദനക്കാരൻ അല്ലേ, തലവേദന ഉണ്ടാവും. ഇത് അനുഭവിക്കണവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ കൂട്ടത്തിൽ, എന്നും തലവേദന. അങ്ങനെ ഒരു ഇസ്ലാമിൻ്റെ വൈരികളായ ശത്രുക്കളായ ആളുകൾ നമുക്കിങ്ങനെ പ്രയാസം ഉണ്ടാക്കുമ്പോഴും കപടന്മാരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കൂടി നമ്മുടെ താഴത്തു നിന്ന് നമ്മളറിയാതെ നമ്മുടെ മണ്ണിങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോഴും നമുക്ക് പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെ പ്രയാസമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? എന്താ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്? പ്രയാസവും വ്യതയും ദുഃഖവും അങ്ങനെയുള്ള മുസീബത്തും, ഇപ്പോൾ ഉദാഹരണമായിട്ട് മുസ്ലിം അല്ലാത്ത ഒരാളെ എൻ്റെ മേധാവിയായി, എൻ്റെ ഭരണാധികാരിയായി നിശ്ചയിക്കുക, ഇത് ഏറ്റവും വലിയൊരു അപകടം പിടിച്ച സംഗതിയാണ്. അതൊരു രാജ്യത്തിൻ്റേതായാലും ഒരു ഗ്രാമത്തിൻ്റേതായാലും ഒരു രാഷ്ട്രത്തിൻ്റേതായാലും ഒരു കുടുംബത്തിൻ്റേതായാലും ഏതായാലും അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകൻ്റെ പതിവ് ഇസ്തിഗ്ഫാറും തസ്ബീഹും ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാന്നുള്ള.
എന്താ? മക്കായിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച് പ്രയാസപ്പെട്ട് ആ മക്കായിലെ മുശ്രിക്കുകളുടെ ആരോപണ വാക്കുകൾ കേട്ട് പ്രവാചകന്റെ ഹൃദയം പൊട്ടിപ്പിളരാറായ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ശാരീരികമായ മർദ്ദനം മാത്രമല്ല, മജ്നൂൻ, സാഹിർ അല്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞ് പ്രവാചകനെയും വിശുദ്ധ ഖുർആനിൽ നിന്നും ആ ദൈവത്തിൽ നിന്നും ആളുകളെ അകറ്റാൻ വേണ്ടി എന്തൊക്കെ കള്ളവാക്കുകളാണ് ഈ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രക്ഷാ കവചമായി പ്രവാചകന് ആയുധമായി അള്ളാഹു പഠിപ്പിച്ചതെന്താ? ഫസ്ബിർ, പ്രവാചകരെ ക്ഷമിക്കുക, അലാമാ യഖൂലൂൻ, ഈ മക്കാ മുശ്രിക്കുകൾ പറയുന്നതിന് ഒക്കെ ക്ഷമിക്കുക. എന്നിട്ട് പറയണ എന്താ? വസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം ആ പ്രവാചകന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തുക, അഥവാ സുബ്ഹാനല്ലാഹ് പറയാ. പിന്നെ എപ്പോഴാ പറയേണ്ടത്? ഖബ്ല തുലൂഇ ശംസ് വ ഖബ്ല ഖുറൂബിഹ, സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും, രാവിലെയും വൈകുന്നേരവും ആ സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് പോലുള്ള ദിക്റുകൾ പറയാം. വമിൻ ആനാഇൽ ലൈൽ, രാത്രിയുടെ ഭാഗങ്ങളിലും, ഫസബ്ബിഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, വ അത്റാഫൻ നഹാർ, പകലിൻ്റെ ഭാഗങ്ങളിലും, ലഅല്ലക തർലാ, അള്ളാഹുവിൻ്റെ തൃപ്തി നിനക്ക് ലഭിക്കാൻ അത് കാരണമാകുന്ന. അപ്പോൾ നമ്മൾ പ്രയാസമുണ്ടാണ് ഒരു രംഗത്ത്, നമ്മൾ ചിലപ്പോൾ ദുർബലനാവും. മനുഷ്യൻ്റെ ദൗർബല്യം അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെ കെട്ട് ഇങ്ങനെ ആ നൂലറ്റങ്ങനെ വരും. അപ്പം അവസാനം നമ്മൾ പറയും അള്ളാഹ് ഇപ്പം ഇത് കാണില്ല, അള്ളാഹിനെ പറ്റിയുള്ള ഒരു വിശ്വാസം നമുക്ക് ദുർബലാവും. ആ ദുർബലത വരാൻ പാടില്ല മനുഷ്യനിൽ. അള്ളാഹിനെ പറ്റിയുള്ള ദിക്റും ആ വിശ്വാസവും ഏതൊരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ദൗർബല്യമാകുന്നുവോ അവിടെ പിശാച് കയറി വരും. പിശാച് കയറി വന്നിട്ടെന്തോ അള്ളാഹു മനുഷ്യനുള്ള കണക്ഷനാണ്ട് വേർപ്പെടുത്തും. ആ കണക്ഷൻ വേർപ്പെടുത്താതിരിക്കാൻ നിരന്തരം അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്ർ ഇങ്ങനെ ഉണ്ടാവണമെന്നാണ്. ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണേത്? സുബ്ഹാനല്ലാഹ് അല്ലേ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അത്ര ദുരിതത്തിൽ മുസീബത്തിൽപ്പെട്ട വേറൊരു മനുഷ്യനെ ലോകം കണ്ടിട്ടുണ്ടോ? അല്ലേ? എന്ത് മുസീബത്തിലാ പെട്ട്? മത്സ്യത്തിൻ്റെ വയറ്റ്. എന്തൊക്കെ ഇരുട്ടാണ്! രാത്രിയുടെ ക്രൂരിരുട്ട്, മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഇരുട്ട്, സമുദ്രത്തിൻ്റെ ഇരുട്ട് അല്ലേ, കടലിൽ ആ ഇരുട്ട്. ഈ ഇരുട്ടുകൾക്ക് അറയിലൊക്കെ പെട്ടപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ യൂനുസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തി. കാരണം എന്തേ? രക്ഷപ്പെടുത്താൻ കാരണം എന്തേ? അള്ളാഹു തആല പറയണെന്താ? കാരണം പറയണെന്താ? ഫനാദാ ഫിൽ ളുലുമാത്ത്, ഒരുപാട് ഇരുട്ടറകളിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാം വിളിച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ഇലാഹില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? സുബ്ഹാനക്, പടച്ചവനെ നീ എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ ളുൽമ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അനീതി പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി പടച്ചവനെ എന്ന് പറയുണ്ടായിന്ന. അതിലെന്താ ഉള്ളത്? ഒരു മനുഷ്യന് മുസീബത്ത് വരുന്നേ എന്നെ ഭരിക്കാൻ ഒരു കപടനായ ഒരാളെ അള്ളാഹു തആല നിശ്ചയിക്കണേ, ഇന്നിലെന്തോ ഒരു തെറ്റ് തകരാറ് വന്നതുകൊണ്ടാണ്. ആ തകരാറ് ഞാൻ തിരുത്തണം. ആ തകരാറ് എങ്ങനെ തിരുത്തുക? ഞാൻ നിരന്തരമായി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടേയിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ദിക്ർ ചെയ്യലോട് എന്ത് ചെയ്യും? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പടച്ചു, എന്നിൽ നിന്ന് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ തെറ്റ് വന്നിട്ടുണ്ടോ പടച്ചോനെ, അതെനിക്ക് പുറത്തു തരണം. അത് എന്തിനാണെന്ന് ശരിക്കും അതിൻ്റെ ഹിക്മത്ത് പടച്ചോന് നീയാണ് അറിയുന്നവൻ, അതിൻ്റെ രഹസ്യം അറിയുന്നവൻ നീയാണ്. അതൊക്കെ എന്തിലുണ്ട്? ആ സുബ്ഹാനയിലുണ്ട് അർത്ഥമൊക്കെ അല്ലേ? അതൊരു മനുഷ്യനാണ്ട് ഉരുവിടുമ്പോൾ അള്ളാഹു തആല എന്ത് തരും? ഓനൊരു എക്സിറ്റ് അള്ളാഹു തആല ഇങ്ങോട്ട് തരുന്ന. അതാണ് യൂനുസ് നബിക്ക്. യൂനുസ് നബി അലൈഹി സ്വലാമിനെ പറ്റി അള്ളാഹു എന്താ പറയുന്നത്? ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല യൂനുസ് നബി ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇങ്ങനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന മനുഷ്യനാണ് ആര്? യൂനുസ് നബി അലൈഹിസ്സലാം. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസുൻ, പുനരുത്ഥാന നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ കിടക്കേണ്ടി വരും. ആർക്ക്? യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്. അപ്പം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടിട്ട് പോലും അള്ളാഹു തആല രക്ഷപ്പെടാനുള്ള ഒരു എക്സിറ്റ്
ഒരു ഫോം വഴി അള്ളാഹുത്താല കാണിച്ചു കൊടുത്ത് നേരത്തെ ചെയ്ത തസ്ബീഹിൻ്റെ കാരണമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ഈ തസ്ബീഹ് ഉണ്ടാവണം. ആ തസ്ബീഹ് ഉണ്ടാവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പറഞ്ഞ ഉടനെ തന്നെ സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവായ അള്ളാഹു എത്ര പരിശുദ്ധൻ, ആ അള്ളാഹ്ക്ക് യോജിക്കാത്ത ഒന്നും ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ വെച്ച് കെട്ടുകയില്ല, ആ അള്ളാഹുവിന് അനുവദനീയമായതൊക്കെ ഞാൻ അള്ളാഹുവിന് മഹത്വപ്പെടുത്തി കൊടുക്കും എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. ആ വാക്ക് പറയും. ആ വിശ്വാസം പഠിപ്പിക്കാനാണ് ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ പറയാം റബ്ബിൽ അർഷ്, അർഷിൻ്റെ ഉടമയായ അള്ളാഹു. സമയമില്ലേ? നഞ്ഞടുത്തയച്ചു. അമ്മായ സിഫൂൻ, ഈ ആളുകൾ ജൽപ്പിക്കുന്ന ഒരുപാട് വാദങ്ങളുണ്ട് അല്ലേ, ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. മതി അല്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അള്ളാഹു ഈ സദസ്സ് ഒരു അനുഗ്രഹീത സദസ്സായി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകാര്യയോഗ്യമായ സദസ്സാക്കി മാറ്റുമാറാവട്ടെ. അതൊന്ന് ഓഫാക്കിയാണ്.